ഫാമിലിയാണ്. എന്താ സാറിന്റെ പേര്? സന്തോഷം. ഇതെല്ലാം ചെയ്യുന്നേ. മോളുടെ പേരാ? ചന്ദന. ബ്ലാക്ക് ബെൽറ്റ് ആണ് കരാട്ടെ അല്ലേ? താങ്ക് യു. അപ്പൊ ഇത് ചെയ്യുമ്പോ ഒരു പ്രത്യേക സന്തോഷമുണ്ട് അല്ലേ, ആളുകളുടെ പിന്തുണയെ കാണുമ്പോ അല്ലേ? അപ്പൊ ഏതായാലും സന്തോഷം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇതും കൂടി നമുക്കൊന്ന് അവിടം വരെ ഒന്ന് പോവാം. ആ വെറൈറ്റി ഒന്ന് പറഞ്ഞിട്ട്. ഇത് കാശ്മീരി റെഡ് വെറൈറ്റി റോസ്. കാശ്മീരി റെഡ് വെറൈറ്റി റോസ് ആണ്. ഇത് നമ്മളൊരു പാമാണ്. ഇൻഡോർ പ്ലാന്റ്സിനായിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു പാമാണ്. ഇൻഡോർ പ്ലാന്റിനായിട്ട്. എന്ത് വില വരും? ഇത് 80 രൂപയൊക്കെ റേഞ്ചിലേക്ക് കൊടുക്കുന്നുണ്ട്. വലിയ പ്ലാന്റ്. നമ്മൾ എവിടെന്നാ വാങ്ങുന്നത് ഇതെല്ലാം? നമുക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പോട്ടായിട്ടും കൊടുക്കുന്നുണ്ട്. എത്ര വർഷമായി ശരിക്കും പറഞ്ഞാൽ? 4 വർഷമായി നമ്മൾ. ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങൾ പരിചയമുണ്ടോ? ഉണ്ട്. കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് കൃഷിയോട് ഒരു താല്പര്യം വന്നു തുടങ്ങിയത്. അപ്പൊ നമ്മളിപ്പോ തുടങ്ങിയതിനു ശേഷം നമുക്ക് വേറെ ഒരു നഷ്ടം എന്ന നിലയിൽ വന്നിട്ടില്ല? ഒരിക്കലും ഇല്ല. സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അംഗീകാരമുണ്ട്. താങ്ക് യു. മോളപ്പോ എത്രയിലാ പഠിക്കണേ? +1. അപ്പൊ ഞങ്ങൾക്ക് ആ കരാട്ടെ ഒന്ന് കാണിച്ചു തരുമോ? നമ്മുടെ ഹൈബ്രിഡ് കോക്കനട്ട് പ്ലാന്റ് ആണ് ഇത്. ഉമാപതി ഫാമിന്റെ രാംഗംഗ എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള തെങ്ങിൻ തൈയാണിത്. ഇത് രണ്ടും ഉമാപതി. അധികം കാലതാമസമില്ലാണ്ട് വിളവ് കിട്ടും. കറക്റ്റ് 2.25 വർഷം 3 വർഷത്തിനകത്ത്. ഇല്ല, ഹൈബ്രിഡ് നമുക്ക് ഈ പൊക്കവും കുറവാണ്, നല്ല ഈൽഡും കിട്ടുന്ന വിഭാഗമാണ് രാംഗംഗ. ഇത് നമ്മുടെ സീറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് ആണ്. നല്ല സീറ്റ് ആണ് ഇത് പഴുക്കുമ്പോഴത്തേക്ക്. പക്ഷെ അത് ഓൾ സീസണും ആണ്. നമുക്ക് എല്ലാ സമയത്തും ഇത് നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. സീറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് പേരാ. നല്ല സീറ്റാണ്. എപ്പോഴും നമുക്ക് കായ്കൾ കിട്ടും ഇതില്. ടെന്നീസ് ചെറിയാണ്. അതായത് ചെറിയുടെ വിഭാഗത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഫ്രൂട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ടെന്നീസ് ചെറിയാണ്. അപ്പൊ അന്ന് മുതലേ വിചാരിച്ചു ഒരു ടെന്നീസ് ചെറിയുടെ ഒരു പ്ലാന്റ് വെക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചതാണ്. കായ ഇതാണ്ടേ. ഇല്ല, ഇതുമ്പോ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള കായാണ് കാണുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നേരത്തെ കഴിച്ചിട്ടുണ്ട്. കഴിച്ച് വെച്ചതാണ്. ഈ പ്ലാവിന്റെ വെറൈറ്റി ഞാൻ ഫ്രണ്ടിൽ കാണിച്ചു. J33 വെറൈറ്റി കാണിച്ചിട്ടുണ്ട്. അതിന്റെ ചക്കയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്. 3 വർഷം നമുക്കിത് നല്ല ഈൽഡ് തരുന്ന പ്ലാവാണ് J33. ഓറഞ്ച് ജാക്കാണത്. അപ്പൊ ഉള്ള സ്ഥലം നമ്മൾ വിനിയോഗിച്ചാണ് ചെയ്തു. ഇത് നമ്മുടെ മക്കൊട്ട ദേവ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. നമ്മള് ഷുഗർ പേഷ്യൻസിന് ഇതിന്റെ തോടുകളിട്ട് തിളപ്പിച്ച് നമ്മൾ വെള്ളം കുടിച്ച ഷുഗർ പെട്ടെന്ന് കൺട്രോൾഡ് ആവും. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ കായ് കഴിഞ്ഞതാണ്. മക്കൊട്ട ദേവ. ഇതിന്റെ ഇലയല്ല, നമുക്ക് ഇതൊരു റെഡ് കളർ ഫ്രൂട്ട് പോലെ ഇരിക്കും. അതിന്റെ തോട് നമ്മൾ ഇളക്കി ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തിട്ട് നമ്മൾ വെള്ളമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കത്തില്ല. അപ്പൊ നമുക്ക് റെഗുലർ യൂസിനായിട്ട് ഉപയോഗിക്കും. ഇത് ലോഗൻ ഇഡ്വ വെറൈറ്റിയാണ്. ഇഡ്വ വെറൈറ്റി നമുക്ക് 2.25 വർഷത്തില് നല്ല ഫ്രൂട്ട് തരുന്നുണ്ട്. ഇഡ്വ വെറൈറ്റി ഇത് ഹോം ഗ്രോണിന്റെ മദർ പ്ലാന്റുകളാണിത്. ഇത് ബ്ലാക്ക് ജാമുൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ട് ആണ്. ബ്ലാക്ക് ജാമുൻ ഇതിൽ നമുക്ക് ഒത്തിരി ഫ്രൂട്ടുകൾ കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഇതെല്ലാം നല്ല ഫ്ലവറിംഗ് ആയി കിടക്കുവാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് ബ്ലാക്ക് ജാമുൻ ഇതിൽ നിന്ന് ഒരുപാട് എയർ ലെയർ ചെയ്യുന്നുണ്ട്. ഇത് ബനാന മാംഗോ വിഭാഗത്തിൽ പെട്ടുന്ന ഒരു മാംഗോയാണ്. നല്ല ടേസ്റ്റിയാണ്. അതിനോടൊപ്പം തന്നെ നല്ല സൈസും ഉള്ള മാംഗോയാണ്. ബനാന മാംഗോ 350 രൂപ വിലയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേരകളുടെ വെറൈറ്റികളിൽ നമുക്കൊരു വെറൈറ്റിയാണ് ഇത് സ്ട്രോബെറി പേര എന്ന് പറയും. ഇതിന്റെ യെല്ലോ വെറൈറ്റി ഉണ്ട്, റെഡ് വെറൈറ്റി ഉണ്ട്. അതിന്റെ റെഡ് വെറൈറ്റിയാണ് ഇത് നമുക്കിവിടെ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഒത്തിരി ഈൽഡ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ എയർ ലെയറും ചെയ്യുന്നുണ്ട്. നമ്മൾ ലോഗൻ ഇഡ്വ വെറൈറ്റി ഞാൻ പറഞ്ഞു. അതിന്റെ തന്നെയാണ് വേറൊരു വെറൈറ്റി റൂബി ലോഗൻ എന്ന് പറയും. റൂബി ലോഗന് നല്ല റെഡ് കളർ ഫ്രൂട്ട് ആയിരിക്കും. ഇഡ്വയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും റൂബി ലോഗൻ. കുറച്ചുകൂടെ ടേസ്റ്റി. ഇത് പെട്ടെന്ന് ഇതാവുന്നതാണോ? അത് ഇപ്പൊ നമുക്ക് ഈൽഡ് എല്ലാം കഴിഞ്ഞിപ്പം ഡിസീസ് ആണ്. അത് കുറച്ച് പുഴുവിന്റെ ആക്രമണമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നീലിമ വെറൈറ്റിയിൽ വരുന്നതാ.
എത്ര സമയം കൊണ്ട് റെഡി? അതൊക്കെ നമുക്ക് 3 മാസം കൊണ്ട് നല്ല ഈൽഡ് വരുന്നതാണ്. ഇതിന്റെ അധികം വിലയില്ലല്ലോ? ഇല്ല, ഇതിന്റെ സീഡ്ലിംഗ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. 3 രൂപ നിരക്കില് തൈകൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആപ്രിക്കോട്ടാണിത്. ഫ്രൂട്ട് നമുക്ക് ആപ്രിക്കോട്ടാണ്. നമുക്ക് ഫ്ലവറിംഗ് ഒന്നും ആയിട്ടില്ല, വലുതായിട്ടൊക്കെ വരുന്ന സമയം ആയിരുന്നതേ ഉള്ളൂ. നമ്മുടെ കർപ്പൂരമാവിന്റെ ബഡ് തൈയാണിത്. കർപ്പൂരമാവിന്റെ ബഡ് തൈയാണ് ഇത്. നമുക്ക് ഫ്ലവറിംഗ് ആയിട്ടില്ല, ഇനി ഫ്ലവറിംഗ് ആയി വരുന്ന ടൈം ആവുന്നതേ ഉള്ളൂ. ഇതിന്റെ വെറൈറ്റി ലീഫ് ആണെന്നുണ്ടല്ലോ. ഇതിനകത്ത് ഇത് നമ്മുടെ സീറ്റ് സാന്തോൾ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. അതില് നമ്മള് ഈ റെഡ് ലീഫ് വരുന്നത് എന്ന് പറയാൻ നല്ല സ്വീറ്റ് തന്നെ ആയിരിക്കും. അല്ലാത്തതിന് ചെറിയൊരു പുളിവ് രസം വരുന്നുണ്ട്. സീറ്റ് സാന്തോളിന്റെ റെഡ് ലീഫ് വരുന്നത് നല്ല സ്വീറ്റ് തന്നെ ആയിരിക്കും. നമുക്ക് ഫ്ലവറിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ഈ പ്ലാന്റ്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ ലീഫേ? റെഡ് കളർ ലീഫ്, നല്ല രസം ലീഫാണ്. ഇത് മുള്ളാത്തയാണ്, മുള്ളാത്ത. അത് പ്ലാന്റ് നമുക്ക് ഈൽഡ് കിട്ടിയിട്ടുള്ളതാണ് മുള്ളാത്ത. എത്ര എന്തിന്റെ വില? ഇതിനൊക്കെ വില കുറവാണ്. 40 രൂപ മുതൽ തൈകൾ അവൈലബിൾ ആണ്. ഇത് ബ്ലൂബെറി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്, ഫ്രൂട്ട് പ്ലാന്റ് ബ്ലൂബെറി. ഇത് നമുക്ക് ഇതുവരെ ഫ്ലവറിംഗ് ആയിട്ടില്ല. ഇതിങ്ങനെ ഒരു പരീക്ഷണാർത്ഥം ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇതിലെ ഉപയോഗിക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലും ജൈവവളങ്ങൾ തന്നെയാണ്. ചാണകം, മണ്ണിര കമ്പോസ്റ്റ് കൂടുതലും ഉപയോഗിക്കുന്നു. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റിൽ നിന്ന് അല്ല, നമ്മൾക്ക് ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം തൈൽപ്പാനം നടക്കുന്നുണ്ട്, ആ ബെഡ് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അല്ലാത്ത സമയത്ത് നമ്മൾ തന്നെ മണ്ണിരയിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ്, നല്ല വെറൈറ്റി ആണിത്. ഇതൊന്നും ആയിട്ടില്ല, നല്ല സൈസ് ആവും. ഷേപ്പിൽ നല്ല വ്യത്യാസമുണ്ട്. ജ്യൂസാക്കാനാണ് കൂടുതലും. ഉരുണ്ടിട്ട് ഇങ്ങനെ ഓൾ ഷേപ്പ് പോലെ. ഇതിന്റെ ശരിക്കുള്ള പഴുത്ത് ഉപയോഗിച്ചോ? ഉപയോഗിച്ചു. നല്ല നമുക്ക് ഫ്രൂട്ട്സ്, അതായത് നമുക്ക് ജ്യൂസ് ആക്കാനായിട്ട് നന്നായി. ജ്യൂസ് അല്ല, നമ്മളല്ലാതെ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാം. സാധാരണ നമ്മുടെ മറ്റേ ലെമണിൽ നിന്ന് മാറിയിട്ട് പിഴിയാതെ പിഴിയാൻ നമുക്ക് പാടാണിത്. നമ്മൾ ജ്യൂസ് ആക്കാനാണ് എളുപ്പം, കട്ട് ചെയ്ത് ജ്യൂസ് ആക്കാൻ. ഇത് വെറ്റിലക്കൊടിയല്ലേ? വെറ്റിലക്കൊടി അതല്ലേ. അധികം ഉണ്ടല്ലോ, നല്ല ഈൽഡ് വരുന്നുണ്ട്. അത് നല്ല ഈൽഡ്. ഇത് മട്ടോവ എന്നാണ് ഈ ഫ്രൂട്ടിന്റെ പേര്. ഇതിപ്പോ ഞാൻ നട്ടിട്ട് ഒരു 3 മാസത്തോളം ആവുന്നതേ ഉള്ളൂ. നമുക്ക് 2.25-2.5 വർഷത്തിനകത്ത് വെച്ച് ഫ്രൂട്ട് ആവുന്നതാണ് മട്ടോവ. നല്ല കൂടുതൽ ക്വാണ്ടിറ്റി ഫ്രൂട്ട് കിട്ടുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. റംബൂട്ടാനെക്കാട്ടിയൊക്കെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 വർഷത്തിനകത്ത് വെച്ച് നല്ല ഈൽഡ് കിട്ടും. നല്ല ഈൽഡ് കിട്ടും. ഇതിന് വിലയുണ്ട്. മട്ടോവയുടെ വലിയ പ്ലാന്റിനൊക്കെ ഇതിൽ നിന്ന് തൊട്ട് താഴെയുള്ള അളവിനൊക്കെ 700 രൂപ 600 രൂപയൊക്കെ പ്ലാന്റ് അത്രയും വില. അതിന്റെ സ്മാൾ പ്ലാന്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്മാൾ പ്ലാന്റ് ആണ് ഫ്രണ്ടിൽ ഞാൻ ചെയ്തേക്കുന്നല്ലേ. ഇത് DJ സമൃദ്ധി എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇനത്തിലുള്ള ഒരു തെങ്ങിൻ തൈയാണിത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ക്വാണ്ടിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷെ തേങ്ങയ്ക്ക് വലിയ സൈസ് കാണത്തില്ല, പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി തേങ്ങ കിട്ടുന്ന ഹൈബ്രിഡ് അകം ഉണ്ടാവും. അത് യെല്ലോ കളർ ആയിരിക്കും. തേങ്ങയ്ക്ക് യെല്ലോ കളർ. DJ സമൃദ്ധി എന്നാണ് ഈ ഹൈബ്രിഡ് ഇനത്തിന്റെ. ഇതിന്റെ 250 രൂപ. ഇല്ല, ഹൈബ്രിഡ് അധികം ഹൈറ്റ് ആവുന്നതിന് മുമ്പ് ആദ്യത്തെ ഫസ്റ്റ് പ്രാവശ്യമൊക്കെ തേങ്ങ പിടിക്കുമ്പോൾ തറയിൽ കിടക്കുന്ന രീതിയിൽ തന്നെ തേങ്ങ പിടിക്കുന്നുണ്ട്. DJ സമൃദ്ധി. ഈ പ്ലാവ് സീഡ് ഫ്രീ ജാക്ക് എന്ന് പറയും. സീഡ്ലെസ് ആണ്. ഇതിനകത്ത് നമുക്ക് കുരു കാണത്തില്ല, അരക്കും കാണത്തില്ല. ഇത് നമ്മള് പൈനാപ്പിളിനകം പോലെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പൈനാപ്പിളിനകം പോലെയാണ് ചക്കയിരിക്കുന്നത്. മുള്ളുകൾ കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം മൊത്തവും നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി. ഇത് ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ചക്ക കിട്ടും. നമ്മുടെ ഒരു അധികം ഹൈറ്റ് കിട്ടും. ഇത് കുറച്ച് ഹൈറ്റ് ആകുമ്പോൾ നമ്മൾ പ്രൂണിങ് നടത്തി സാഫ് ഫംഗിസൈഡ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ തേച്ചിട്ട് കവറിട്ട് കെട്ടി പ്രൂണിങ് നടത്തുന്നത്. ഇത് അബിയു എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇത് നമുക്ക് 2.25 വർഷത്തിലാണ് ഇത് ഫസ്റ്റ് ഫ്രൂട്ട് ആവുന്നത്. ഇത് നമ്മൾ ഫ്ലവറിങ് ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അടിവളത്തിൽ നമ്മൾ പൊട്ടാഷ് കൊടുക്കണം. മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുത്ത് അപ്പൊ ആ ഫ്ലവറിങ് എല്ലാം നമുക്ക് നല്ല ഫ്രൂട്ട് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഫ്രൂട്ട് പിടിക്കുന്ന പറഞ്ഞാൽ സ്റ്റമ്മിലാണ് നമുക്ക് ഫ്രൂട്ട് കിട്ടുന്നത്. ഇല്ല, ഈ പ്ലാന്റിന് നമ്മൾ മഴക്കാലത്ത് സൂക്ഷിക്കണം, കെയറിങ് കൊടുക്കണം. അടികൾ ചീയൽ, ഫംഗൽ ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ സാഫ് ഫംഗിസൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് മഴയ്ക്ക് തൊട്ട് മുമ്പ്. അല്ലെന്നുണ്ടെങ്കിൽ അത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട്
സ്റ്റെമിന് കംപ്ലീറ്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഴുകൽ ചീയൽ ഫംഗൽ ഡിസീസിൽ നിന്ന് നമുക്ക് ഈ പ്ലാന്റിനെ സംരക്ഷിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഫ്രൂട്ട് ആകുമ്പോൾ കുറെയൊക്കെ നശിച്ചു പോകുന്നുണ്ട്. ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫ്രൂട്ട് കിട്ടി. ഒരിക്കലും ഒരു കെമിക്കൽ ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത്. കെമിക്കൽ കൂടുതലും. പക്ഷെ സാഫ് ഫംഗിസൈഡ് നമുക്ക് കെമിക്കലാണ്. പക്ഷെ ഈ ഫംഗിസൈഡ് ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കെമിക്കൽ ഫംഗിസൈഡ് തന്നെ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ തൂക്കം 600 ഗ്രാമോളം ഒരു ഫ്രൂട്ടിന് തൂക്കം വരുന്നു. അത്രേ വരുന്നു. മാങ്കോസ്റ്റിൻ എന്നാണ് ഈ ഫ്രൂട്ടിന്റെ പേര്. ഇത് നമ്മൾ വർഷത്തിൽ നല്ല രീതിയിൽ ജൈവ സ്ലറി ഉണ്ടാക്കി നമ്മൾ ഇതിന് വളം കൊടുത്തു കഴിഞ്ഞാൽ 2 തട്ടൊക്കെ നമുക്ക് വർഷത്തിൽ കിട്ടുന്നുണ്ട്. ജൈവവളത്തിനെക്കാട്ടി കൂടുതൽ ജൈവ സ്ലറിയാണ് മാങ്കോസ്റ്റിനകത്ത് നല്ല റിസൾട്ട് കാണുന്നത്. പിന്നെ നമ്മൾ മാങ്കോസ്റ്റിൻ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നീർവാഴ്ചയുള്ള മണ്ണും നമുക്ക് ഷെയ്ഡ് ആവശ്യമാണ്. ഷെയ്ഡ് നല്ല രീതിയിൽ ഷെയ്ഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലീഫിന്റെ അരികളൊക്കെ താണ്ട് ഈ ചൊല്ലി അടന്ന പോലെ ഇതുപോലെ പൊള്ളലേറ്റ പോലെ നമുക്ക് കാണപ്പെടും. അതുകൊണ്ടാണ് ഈ ഭാഗം തന്നെ അതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു കേരളത്തിൽ പ്രസിദ്ധമായൊരു പേരാകാൻ കാര്യമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മാങ്കോസ്റ്റിൻ ചോട്ടിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ മാവുണ്ടായിരുന്നു. മാങ്കോസ്റ്റിൻ അതിന്റെ വിപണിയിൽ നല്ല വിലയുണ്ട്. നല്ല വിലയുണ്ട്. പറഞ്ഞു. പ്ലാവിന്റെ വെറൈറ്റിയിൽ ചെമ്പടാക്ക എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഞാൻ വെച്ചിട്ട് ഇപ്പൊ 6 മാസത്തോളം പ്രായമേ ഉള്ളൂ. ഇതില് കഴിഞ്ഞ മാസം ചെറിയൊരു കള പോലെ വന്നു. അത് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. പ്ലാന്റിന് അതിൻ്റെതായ ഹെൽത്തി ഇല്ല. ഹെൽത്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിലും അത് നല്ല ഹെൽത്തിയിൽ എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനെ നിർത്താൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ അഞ്ചൽ കോട്ടിക്കൽ ഫാമിൽ നിന്ന് നൗഷാദ് സാറിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് എത്ര നാള് വേണ്ടി വരും? ഇതൊക്കെ ഇപ്പം ഈ ഹൈറ്റ് ആകുമ്പോഴത്തേക്ക് എത്ര സമയം വേണ്ടി വരും? സമയം 1 വർഷം ആകുമ്പോഴത്തേക്ക് നല്ല ചക്ക വരുന്നുണ്ട്. അത് നമ്മള് ഫ്രണ്ടിൽ കണ്ട നല്ല റെഡ് ചക്കയുടെ കണ്ടില്ലേ, ടാഗ് കണ്ടില്ലേ, അതിന്റെ ഡങ്സൂര്യ വിഭാഗത്തിലുള്ള മദർ പ്ലാന്റ്, നമ്മൾ ഹോം ഗ്രോണിന്റെ മദർ പ്ലാന്റ് ആണിത്. നമുക്ക് ഇതുവരെയും ചക്ക ആയിട്ടില്ലത്. അടുത്ത വർഷം കള വന്ന് ചക്കയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ റെഡ് നെല്ലി വിഭാഗത്തില് റെഡ് നെല്ലിയാണിത്. ഇത് ഞാൻ നട്ടിട്ട് ഇപ്പൊ 1 മാസത്തോളം ആയതേ ഉള്ളൂ. ഒരു 3-4 മാസം കൂടെ കഴിയുമ്പോൾ ഇത് ഫ്ലവറിങ് ആവാനുള്ള ചാൻസ് നമുക്കുണ്ട്. പേര ഇത് ജപ്പാൻ പേര എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ജപ്പാൻ പേര നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സൈസ് കായ്ക്ക് വലിയ വലിപ്പമില്ല. ഇത്രയും കായ്കൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരിയും കായ്കൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എയർ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജപ്പാൻ പേര നല്ല ടേസ്റ്റിയാണ്. നല്ല കരിമ്പ് പോലെ കഴിക്കാം. നല്ല അത് ഇപ്പൊ നമ്മള് ഇനിയിപ്പോ പ്രൂണിങ് നടത്തി മഴ കഴിയും പ്രൂണിങ് നടത്തി നിർത്തും. ഇത് ഓൾ സീസൺ മാവാണ്. ഓൾ സീസൺ മാവ്, തായ്ലൻഡിന്റെ ഓൾ സീസൺ മാവാണ്. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂവും മാങ്ങയും കാണും. ഈ മാവിന്റെ പ്രത്യേകത അതാണ്. നല്ല ടേസ്റ്റിയാണ്. അകം നല്ല റെഡ് കളറും ആയിരിക്കും. ഓൾ സീസൺ തായ്ലൻഡ്. ഇത് ചാമ്പ അല്ലേ? മലേഷ്യൻ ചാമ്പ എന്ന് പറയും. മലേഷ്യൻ ചാമ്പ വിഭാഗത്തിൽപ്പെട്ട ഗ്രീൻ കളറാണിത്. ഇതിന്റെ എത്ര നാളായിട്ടുണ്ട്? ഇതിപ്പോ നമുക്ക് 2 വർഷമായ പ്ലാന്റ് ആണ്. ഇത് ഒത്തിരി ഫ്രൂട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഫ്രൂട്ട് സ്വീറ്റ് ആണ്. നല്ല സ്വീറ്റ് ആണത്. അത് ഇപ്പൊ മഴവെള്ളം നിറഞ്ഞു നിൽക്കുമായിരിക്കും. അതുകൊണ്ട് മധുരം കുറവായിരിക്കും. ഇപ്പൊ മഴവെള്ളം നിറഞ്ഞോണ്ടേ. പൊട്ടിച്ചോ, അത് രണ്ടും പൊട്ടിച്ചോ. ചൂട് സമയത്താണ് നമുക്ക് കൂടുതൽ നല്ല സ്വീറ്റ് ആയിട്ട് കിട്ടുന്നത്. ആണല്ലേ? കേടൊന്നും വരില്ല. ഇല്ല, കേടൊന്നും വരത്തില്ല. വെരി ഗുഡ്. ഇത്ര നിന്നേലേ ഞാൻ നോക്കട്ടെ. രുചിയുണ്ട് കേട്ടോ. ഓക്കെ. ഞങ്ങൾ ഈ തോട്ടം അറിഞ്ഞ് കാണാൻ വേണ്ടി വന്നതാണ്. സത്യത്തിൽ ഒരു വലിയ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കുടുംബം മുഴുവൻ ഇത് പരിപാലിക്കുന്നു. അവരതിൽ സന്തോഷം കണ്ടെത്തുന്നു. അവരാ പ്രകൃതിയുമായിട്ട് ലയിക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന വളം സാധാരണ രീതിയിൽ നല്ല രീതിയിൽ അത് ഫലം കിട്ടുന്നതിനും വേറൊരു തരത്തിൽ മാറാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ വരാനും ഈ കുടുംബത്തെ പരിചയപ്പെടാനും ഇതുവഴി ഇനിയുള്ള ഓരോ ഘട്ടങ്ങളിലും ഓരോ മനുഷ്യർക്കും ഏറ്റവും നല്ല പ്രചോദനമാകാൻ ഇനി ഇവർക്ക് ഭാവി പ്രവർത്തനം
ഉപയുക്തമാകട്ടെ എന്ന് അവരെ ആശംസിക്കുന്നു. Thank you. താങ്ക് യു മോളെ. താങ്ക് യു. Thank you. റൈറ്റ്.